ഇതിനായിട്ട് 1/2 കിലോ കപ്പ. അപ്പോൾ നല്ലപോലെ വേകുന്ന കപ്പയായിരിക്കണം. ഇത് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. കപ്പ വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മുറിച്ച് കഴുകി വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട, കപ്പ വെന്തതിന് ശേഷമാണ് ഉപ്പ് ചേർക്കേണ്ടത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ സമയം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങ, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മൂക്കയൊന്ന് വറുത്തെടുക്കണം. നല്ല ബ്രൗൺ നിറമാകണം ഇത്. തേങ്ങ ഒരു ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ആ ചൂടിൽ കിടന്നിട്ട് ഈ പെരിഞ്ജീരകം മൂത്താൽ മതി. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെ വേണം ഇത് പൊടിക്കാനായിട്ട്. കപ്പ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഇത് കപ്പ നന്നായിട്ട് വേകുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കപ്പപ്പുഴുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിക്കത്തില്ലേ, അതുപോലെ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വരണം. കപ്പ എന്തായി നോക്കാം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഉടച്ചെടുക്കാം. വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി അതിന് ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉടഞ്ഞു വരും നന്നായിട്ട്. ഒരു മരത്തിൻ്റെ തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തിയാൽ മതി. ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു ഇതാകണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. ഒരു പാത്രം ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചതച്ചത്. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് സവാള ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ്, ഇത് ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് അരിഞ്ഞതിന് ശേഷം 1.25 കപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഒരു 1/4 കപ്പ് മാത്രം മാറ്റിയിട്ട് ബാക്കി ഫുള്ളായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ 1/4 കപ്പ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊരു സോഫ്റ്റ് ആയാൽ മതി, ബ്രൗൺ നിറാകണ്ട. ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത് കേട്ടോ, ഇതൊരു 1/4 കപ്പുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആകണം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കണേണ്. എന്തായി നോക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് ഉടച്ച് ചേർക്കേണ്ടത് കേട്ടോ. ഇതിങ്ങനെ കിടന്നോട്ടെ. തക്കാളി വെന്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഈ പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വരും കേട്ടോ. നമ്മൾ ചേർത്തിരിക്കുന്ന പൊടി മൂത്തിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇനി ഇതെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാനിതിലേക്ക് 4 മുട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ മുട്ട അധികം കിടക്കുന്നതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ 4 കുറയാൻ പാടില്ല കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അതിനുശേഷം ഇതൊന്ന് ചിക്കി എടുക്കണം. സവാള ഇതിലേക്ക് ചേരണ്ട കേട്ടോ. ഇപ്പോൾ ഇത് വെന്തതിന് ശേഷം സവാള ഇങ്ങോട്ട് ചേർത്താൽ മതി. ഇതിനെ ഒന്ന് ചിക്കി എടുക്കാം നല്ലപോലെ. മുട്ട നല്ലപോലെ ഉലർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ സവാള മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ എത്ര കിടക്കുന്നോ അത്രയും ടേസ്റ്റാണ് ഇതിന്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാതെയാണ് അത് പൊടിച്ചെടുത്തത്. അത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ഇട്ട് കൊടുക്കാം. കപ്പ ഇട്ടതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കപ്പ ഉടച്ച പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. ഇത് ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. മുട്ട ചേർത്തുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഇത് ചൂടോട് കൂടെ തന്നെ കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.